ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1828 ദിവസമായ ഇന്ന് 2026 മെയ് മാസം 27 ബുധനാഴ്ച, 1201 ആണ്ട് ഇടവമാസം 13 ഗുരുവചനങ്ങളിലൂടെ. വിവേകം താനേ വരുമോ? വരില്ല. യത്നിക്കണം. നല്ല പുസ്തകങ്ങൾ വായിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവിൽ എന്ന പുസ്തകത്തിൽ ലക്ഷ്യവും മാർഗവും എന്ന ദ്വൈതം എന്ന് വിവരിക്കുന്നതിൻ്റെ 4ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ദ്വൈതത്തെ അടുക്കും ചിട്ടയുമുള്ള രീതിയിൽ നിരാകരിക്കുന്നതിന് ഒരു ചിന്താപദ്ധതി വേണം. ആ ചിന്താപദ്ധതിക്ക് അധിഷ്ഠാനമായിരിക്കുന്ന ഒരു പ്രമാണശാസ്ത്രവും വേണം. അദ്വൈത വേദാന്തത്തിൽ ഇത് രണ്ടുമുണ്ട്. വാസ്തവത്തിൽ ഇത് രണ്ടും ഇല്ലായിരുന്നുവെങ്കിൽ അദ്വൈത വേദാന്തം ഓരോരുത്തരുടെയും സ്വമത പ്രഖ്യാപനമോ വിശ്രമവേളയിൽ സമയം കളയാനുള്ള ഉപാധിയോ മാത്രം ആയിപ്പോകുമായിരുന്നു. ഗുരുവരളിലെ പൊരുൾ, പരമമായ ആനന്ദം ഓരോരുത്തരും ജീവിതത്തിൽ വാസ്തവികതയുള്ളതായി അനുഭവിക്കുന്നതിലാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇതൊരു പക്ഷേ സ്വമതാഭിമാനത്തെ പുറത്തെന്നും വരാം. പക്ഷേ അപ്പോഴും ചിന്താരീതിയിലെയും പ്രമാണശാസ്ത്രത്തിലെയും പ്രാഥമിക തത്വങ്ങളെ തികച്ചും മാനിച്ചു തന്നെ തീരണം. ആനന്ദ നിർവൃതിയെന്നോ ഭാവസമാധിയെന്നോ സിദ്ധാനുഭൂതിയെന്നോ ഈശ്വര ദർശനമെന്നോ ഒക്കെ പുഷ്പിതമായ വാക്കുകൾ കൊണ്ട് അവ്യക്തമായി വ്യവഹരിച്ചു പോരാറുള്ള അവസ്ഥകളൊന്നും ഗുരുവരളിലെ ജ്ഞാനരഹസ്യത്തെ സംബന്ധിക്കുന്ന ഒരു നിഷ്കൃഷ്ടമായ ശാസ്ത്രത്തിന് രൂപം നൽകുന്നതിൻ്റെ പകുതി വഴിക്ക് പോലും നമ്മെ കൊണ്ടെത്തിക്കുകയില്ല. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.